സ്വന്തം അനുജന്റെ ഭാര്യനെ കാണാനോ നോക്കാനോ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എങ്ങനെ സ്വന്തം ചേട്ടന്റെ ഭാര്യ വലിയാർ അത് എന്റെ അമ്മായിയാണ്, എന്റെ അമ്മായിന്റെ പേര് പറഞ്ഞിട്ടായാലും ഉമ്മയായിട്ടില്ല, അമ്മായി ആയിട്ടുള്ളൂ. സ്വന്തം ചേട്ടന്റെ ഭാര്യനെ കാണാൻ പറ്റൂല എന്നാ ഇസ്ലാം പറയുന്നത്. അനുജന്റെ ഭാര്യനെ കാണാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല, നോക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല എന്നാ പറയുന്നത്. നിന്റെ ചേട്ടന്റെ ഭാര്യനെ കാണൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ല എന്നാ ഞാൻ പറയുന്നത്. സ്വന്തം ബാപ്പയുടെ മകളെ, ബാപ്പന്റെ ചേട്ടന്റെ മകളെ കാണാനോ തൊടാനോ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. സ്വന്തം ഉമ്മയുടെ അനുജത്തിയുടെ മകളെ കാണാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഇതൊക്കെ കേൾക്കുമ്പോ പുതിയ തലമുറയിലെ ഏതെങ്കിലും ഇസ്ലാമിക കാഴ്ചപ്പാടുകളെ കുറിച്ച് ബോധമില്ലാത്ത എന്താണ് ഇസ്ലാം എന്നറിയാത്ത മദ്രസകളിൽ പഠിച്ച ഇസ്ലാമിനൊന്നും വില നൽകാതെ ഓൺലൈനിലൂടെ കേട്ടിട്ടും ചാറ്റ്ജിപിടിയോട് പറഞ്ഞിട്ടും അതുപോലെ യൂട്യൂബിലൂടെയും ഏതോ വിവരമില്ലാത്ത ഏതെങ്കിലും നിരീശ്വരവാദികളും പരിചയപ്പെടുത്തുന്ന ഇസ്ലാം ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോ ചിലപ്പോ പുതിയ ജനറേഷനിലോ അല്ലാതെയോ പെട്ട ചില ആളുകൾ പറയും അതൊന്നും ഇന്നത്തെ കാലത്ത് പറയണ്ടല്ലോ വലിയരെ. ആ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ട് അതാണ് ഇസ്ലാം എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാമിന്റെ ആശയങ്ങളെ ചെറുതാക്കി കാണുന്ന ഏതെങ്കിലും വിവധി ചിന്തയില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പയഞ്ചനാണ്, നിങ്ങൾ പുതിയ തലമുറയോട് പ്രസംഗിക്കേണ്ട ആളല്ല. നിങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട ആളാണ്, 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട ആളല്ല എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും വിഭാഗം ഉണ്ടാകാം. അവരോട് നമുക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളോട് ഞങ്ങൾക്ക് സഹതാപമാണ്. അപ്പൊ അവര് പറയും ഞങ്ങൾക്ക് നിങ്ങളോട് സഹതാപാണ്. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോഴും സ്വന്തം ചേട്ടന്റെ ഭാര്യനെ നോക്കരുത്, സ്വന്തം അനുജന്റെ ഭാര്യനെ നോക്കരുത്, മൂത്താപ്പാന്റെ മകനെ നോക്കരുത്, എളാമ്മാന്റെ മോളെ നോക്കരുത്, മൂത്താപ്പാന്റെ മോളെ നോക്കരുത്. പെണ്ണിനോട് ഇങ്ങനെയൊക്കെ പറയുന്ന ആശയമുണ്ടല്ലോ, ഇത് ഇന്നത്തെ കാലത്ത് പറയേണ്ടതല്ല മുസ്ലിയാരെ. ഞാൻ അവരോട് ഒരു ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, 6-ാം നൂറ്റാണ്ടിൽ പറയേണ്ടതാണ് എന്നുള്ള തോന്നലുണ്ടോ? നിങ്ങൾ പറയുന്ന ലിമിറ്റേഷൻ എവിടെയാണ്?